നാൾക്കുനാൾ എൻ്റെ മുറിയിൽ ചൂട് കൂടി വരികയാണ്. എനിക്ക് ഇതിനുള്ളിൽ ഇരിക്കാനാകുന്നില്ല. പുറത്തും എനിക്കിത് തന്നെ അനുഭവപ്പെടുമെന്നതിനാലാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ മുതിരാത്തത്. ഒരു ചെറിയ കാറ്റെങ്കിലും അകത്തേക്ക് വരുമെന്നോ എൻ്റെ ചൂടാറ്റുമെന്നോ ഞാൻ കരുതുന്നുകൂടിയില്ല. പുറത്ത് ഒരു ഇല കൂടി അനങ്ങുന്നില്ല. കടുത്ത ചൂടുകാലമാണിപ്പോൾ. പുറത്ത് ചൂടേറുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് വെളിയിൽ ചൂടുമാറുന്ന കാലം വന്നേക്കാമെന്ന പ്രതീക്ഷയിൽ ഒരു ചെറിയ ജനവാതിൽ മാത്രം ഞാൻ തുറന്നിട്ടിരിക്കുന്നു. മാറുന്ന കാലത്തെ ഞാൻ അറിയുന്ന എൻ്റെ ഏകജാലകം. എന്നിലേക്കുള്ള മറ്റെല്ലാ വാതിലും പൂട്ടിയ ലോകത്തിന് എന്നിലേക്കുമുള്ള ഒരേ ഒരു വാതിൽ. പുറത്ത് കടുത്ത ചൂടുകാലമാണിപ്പോൾ. അത് മാറുന്ന കാലമാണ്. അകത്തും ചൂടുകാലം. അത് നിത്യമായ ചൂടുകാലം. നീ എന്താ വാതിലോർക്കാത്തെ? അത് അടച്ചിട്ടില്ലല്ലോ. ആരാണെന്ന് അറിയണമെങ്കിൽ ഒന്നൊന്ന് നോക്കിക്കൂടെ? ആർക്കും വരാവുന്ന ഇടമല്ലേ. ആരും വരാനില്ലെന്നല്ലേ ഉള്ളൂ. ആരുമില്ലേ? ആരും ഇല്ലാതില്ല. നീ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാനെങ്കിലും ഒരാളുണ്ടല്ലോ. ഒരാളുണ്ട്. ഞാനുള്ളതുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്ത ഇടമാകില്ല. നീ ആരും ഇല്ലാത്ത ആളും ആകില്ല. പോസ്റ്റ്യൂമൻസ്റ്റൊക്കെയാണ്, പക്ഷെ വല്ലതും എഴുതണമെങ്കിൽ ഷേക്സ്പിയർ ഒക്കെ തന്നെ വേണം. മൊത്തം എഴുതി കഴിയട്ടെ, പിന്നെ പെർഫോമൻസ് കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ കാണാം. ആ കാണാം. ഞാനിനി വീട്ടിലേക്ക് പോകുന്നില്ല.
എന്തൊരു ചൂടാ ഇവിടെ. ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? പോയില്ല. എന്തേ? ഏയ് ഒന്നുമില്ല. എനിക്ക് നീയേ ഉള്ളൂ. എനിക്ക് വേറെ എവിടെയും പോകാനില്ല. അമൃത, എൻ്റെ എഴുത്തിൽ കണ്ട ഒന്നും നിനക്ക് ഇവിടെ കിട്ടില്ല. അതിവിടെ വല്ല, അത് ഞാൻ പോലും അല്ല. ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാ? ഞാൻ നിന്റെ റൊമാൻറ്റിക് ലിറ്ററേച്ചർ വായിച്ച് വീണുപോയ പൊട്ടി പെണ്ണൊന്നും അല്ല. പ്രേമിക്കാൻ എളുപ്പമാണ്, ജീവിതം അതല്ല. എനിക്കറിയാം നിന്റെ സ്ട്രഗിൾസ്. ഞാൻ നിനക്കൊരു ശല്യമാകില്ല. ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. ഞാൻ കാരണം നിനക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരില്ല. ലൈഫിൽ കോംപ്രമൈസ് ചെയ്യേണ്ടിയും വരില്ല. നീ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. ജോലി ചെയ്ത് കുടുംബം നോക്കാറൊന്നും ആയിട്ടില്ല. നമുക്ക് എപ്പോഴും ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വീട്ടിലെ സിറ്റുവേഷൻ അതാണ്. നീ ഇവിടെ ജീവിച്ചു തുടങ്ങുമ്പം വീട്ടിലെ നാട്ടിലെ സിറ്റുവേഷൻസ് എന്താവും? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്നോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശരിയായില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഇനിയും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ഫ്രീക്വൻസി കൂടി വരിക. അതൊക്കെ ഒഴിവാക്കി വിടുന്നതിൻ്റെ പാട് എനിക്കേ അറിയൂ. നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേറെ ലോകത്തിരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എക്സാമിന് മുമ്പ് കല്യാണക്കാര്യത്തിലൊരു തീരുമാനമാക്കണമെന്ന് അച്ഛൻ പറയുന്നത്. ഇത് നീ ഇത്ര സിമ്പിളായി കാണല്ലേ? നീ മറ്റുള്ളവരുടെ സിറ്റുവേഷൻസ് കൊടുത്ത് മനസ്സിലാക്കാൻ അമൃത. ഞാനൊരു ഫാമിലി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒന്നും ഇവിടെ ഇല്ല. ഞാനിവിടെ എങ്ങനെ കഴിയുന്നത് തന്നെ നിനക്കറിയാവുന്നല്ലേ. വേറൊരു വീട്ടിലേക്ക് മാറാതെ എങ്ങനെ രണ്ടാൾക്ക് ജീവിക്കാൻ പറ്റും? അതിനൊരു സാവകാശമൊക്കെ വേണ്ടേ? നിൻ്റെ വീട്ടിലെ അവസ്ഥയുമായി ഇവിടുത്തെ സ്ഥിതി ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. പണം മാത്രമാണോ സെനിത് വിഷയം? അല്ല, അത് നിനക്കറിയാമല്ലോ. പണത്തിൻ്റെ പേരിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് മാറും. നല്ല വരുമാനമുള്ള ഒരു സ്ഥിര ജോലിക്ക് ശ്രമിച്ചാൽ മതി. നമ്മുടെ പ്രശ്നം അതാണോ? ജാതി നോക്കിയാണോ നമ്മൾ ഇഷ്ടപ്പെട്ടത്? അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ പ്രണയിക്കുന്ന എത്രയോ പേർ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിലും എത്രയോ പേർ നരയിക്കുന്നു. മരണത്തെ എനിക്ക് ഭയമില്ല. നിന്റെ വീട്ടുകാർക്ക് നിസ്സാരം സാധിക്കും. പക്ഷെ അതിനുശേഷമുള്ള നിന്റെ ജീവിതം, ഞാൻ എന്താണ് പറയുന്നത് നീ നന്നായി ഒന്ന് ആലോചിക്കും. മറ്റെവിടേക്കെങ്കിലും മാറാമെന്ന് പറഞ്ഞാലും നീ കേൾക്കില്ല. ആരും കാണാത്ത വേറെ എവിടത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് മാറിയെന്നൂടെ? ഇവിടുന്ന് മാറി ഇന്ന് അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് എനിക്ക് സാധ്യമല്ല. അത് ഞാൻ അങ്ങനെ ഒരു ഒളിച്ചോട്ടം ശരിയാകില്ല. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതും മറ്റൊരു തരത്തിലുള്ള ഒളിച്ചോട്ടമാണ്, ലൈഫിൽ നിന്നുള്ള ഒളിച്ചോട്ടം. എല്ലാ കാലത്തേക്കും മാറി നിൽക്കാനല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാം ഇവിടുന്ന് മാറി നിൽക്കുന്നതിൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കുമെന്ന്. അങ്ങനെ നിനക്ക് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? ഞാൻ അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല. അതിൻ്റെ റീസൺസ് ഇമോഷണലാണ്. നീ എന്നെ ഒഴിവാക്കാൻ മനഃപൂർവ്വം ഓരോന്ന് പറയുന്നതാണ്. ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പൊക്കോളാം. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ടത്? ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഒന്നുകിൽ നിന്റെ കൂടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക്. രണ്ടായാലും നീ ഒറ്റപ്പെടും. ഞാൻ പോയാലും നിനക്ക് ഒട്ടും വിഷമമില്ല അല്ലേ? എനിക്കറിയാം നീ ഒരു മസോക്കിസ്റ്റാണ്. നിനക്ക് സ്വയം വേദനിക്കണം. അത് നിനക്ക് നിന്റെ എഴുത്തിൽ ഉപയോഗിക്കണം. കൂടെയുള്ളവരെ പറ്റി നിനക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്നേഹവും ഞാൻ നഷ്ടപ്പെടുന്ന വേദനയൊക്കെ നിനക്ക് എഴുത്തിനുള്ള റോ മെറ്റീരിയൽസ് മാത്രമാണ്. എനിക്ക് മസോക്കിസം മാത്രമല്ല, സാഡിസം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. എനിക്ക് വേദനയുണ്ട്. അത് നീ നമുക്ക് വേണ്ടി ഇങ്ങനെ അനാവശ്യമായി വേദനിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ ലൈഫ് നീ സ്പോയിൽ ചെയ്യരുത് പ്ലീസ്.
നീ നിന്റെ സ്ട്രഗിൾസ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യരുത്. അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നവരുടെ വലയിൽ വീഴരുത്. നീ നിന്റെ എഴുത്തിൽ ജെനുവിനാവാൻ നോക്ക്. എനിക്കിത് പറയാൻ മാത്രം വലിപ്പമൊന്നുമില്ല. പക്ഷെ നീ ഏതൊക്കെ ഇഷ്യൂസിനെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നീ ഇപ്പോൾ ഉള്ളത്. അവരുടെ സപ്പോർട്ട് സ്വീകരിച്ചാൽ നിനക്ക് അവർക്ക് വേണ്ടി എഴുതാൻ പറ്റുമോ? നീ എന്നും ഒരു വിക്ടിമായി തന്നെ നിലനിന്ന് നിന്റെ അവസ്ഥ അതിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് അവർക്കുള്ളൂ. നീ അതിൽ വീണു കൊടുക്കുകയാണ്. നീ അവർക്കൊരു ഫിക്ഷൻ മാത്രമാണ്. നീ അതിനെ ബ്രേക്ക് ചെയ്യാ വേണ്ടത്. ഞാൻ നിന്റെ കൂടെ വന്ന നിന്റെ ഐഡന്റിറ്റി ക്വസ്റ്റ്യനിലാകും എന്നാ നിന്റെ പേടി. ഞാൻ അങ്ങോട്ട് വരാതിരുന്നാലാണ് നിനക്ക് ഇപ്പോഴുള്ള പോലെ എക്സിസ്റ്റ് ചെയ്യാൻ എളുപ്പം. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്? നിനക്ക് നമ്മുടെ രണ്ടുപേരുടെ സാഹചര്യങ്ങൾ അറിയാലോ. നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതത്തിൽ നിനക്ക് സന്തോഷം തരാൻ എനിക്ക് പറ്റില്ല. നിനക്ക് ഞാനുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തമ്മിൽ പല വട്ടം ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. അതെ, സംസാരിച്ചു. പക്ഷെ അപ്പോഴൊന്നും നീ എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രതീക്ഷ തോന്നിയിരുന്നു. നീ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നതുപോലെ തോന്നി. എല്ലാ ഡിഫറൻസും അറിയാതെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്നും തോന്നി. പ്രണയത്തിൽ മാത്രമാണ് അത് പോസിബിൾ എന്നല്ലേ നീ പറയുന്നത്? പക്ഷെ എനിക്ക് അങ്ങനെ ലൈഫല്ല വേണ്ടത്. നമുക്ക് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങണം. എനിക്ക് ഇനിയും പിടിച്ചേക്കാൻ പറ്റില്ല. അമൃത, ഇന്ന് ഏറ്റവും നേർന്നവും ഞാനല്ല, അത് നീയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രേമം എനിക്ക് നിന്നോടല്ല, നിനക്ക് എന്നോടാണ്. നീ എന്നോടൊപ്പം ഇവിടെ കഴിയാനുള്ള നിന്റെ വിധി ഇന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്റെ നീറ്റലേറുകയും എനിക്ക് നിന്നോടുള്ള പ്രണയം കുറയുകയും ചെയ്യുന്ന നാളുകളെ നീ ക്ഷണിച്ചു വരുത്തുകയാണ്. എൻ്റേത് അകവും പുറവും പൊള്ളുന്നൊരു ജീവിതമാണ്. ഇനി അത് നിൻ്റേത് കൂടിയാകും. വേട്ടയാടപ്പെടുന്നവൻ്റെ കൂടെ ഓടുക എന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തലാണ്. വേട്ടക്കാരന് ഒരു മൃഗത്തെ അധികം ലഭിക്കുന്ന സന്തോഷമാകും ഉണ്ടാവുക. എൻ്റെ ജാത്യവും ആർജിതവുമായ എല്ലാ പാപങ്ങളും നീയും പേറേണ്ടി വരും. അടുത്ത തലമുറയ്ക്ക് കൂടി അത് പേറേണ്ടി വരും. നിനക്കെന്നെ പോലെ വ്യഥലഹരിയാകാനിടയില്ല. നിനക്കതൊന്നിനുമുള്ള പ്രേരണയുമാകില്ല. ദുരിത ജീവിതം എന്നു മാത്രമാകും അതിന് നിന്നിലെ അർത്ഥം. വീടിനകത്തുള്ള ചൂട് കാലം മാറ്റിയേക്കും. ഇതിനു പുറത്ത് നീചത്വത്തെ വരിച്ചതിനുള്ള പൊള്ളലുകൾ ജീവിതാന്ത്യം വരെ നീയേൽക്കും. ഈ നിമിഷത്തിലാണ് നീ ഏറ്റവും തൃപ്ത, ഏറ്റവും സന്തുഷ്ട. ഏറ്റവും തീക്ഷ്ണവും തീവ്രവുമായ പ്രണയം നീ പേറുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ തീ കുറഞ്ഞു വരുമ്പോൾ നീ നാളെ നിന്റെ വീണ്ടെടുക്കാവുന്ന നഷ്ടഭൂതത്തിലേക്ക് മടങ്ങുമോ? മടങ്ങും. ഞാൻ തനിച്ചാകുമോ? ആകും. നീ എന്നേക്കും എന്നോടൊപ്പം തുടരുക. നിന്റെ ചെരുപ്പെടുത്ത് അകത്തിട്ട്. അതെന്താ? അതെടുത്ത് അകത്ത് വെക്കൂ.
അമൃത, നീ എന്താണോന്ന് കുതറുക പോലും ചെയ്യാത്തതെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ വേദനിപ്പിക്കാനായി ഒന്നും ചെയ്യില്ല എന്ന് നിന്റെ അബോധത്തിൽ കൂടിയുണ്ട്. നിന്റെ പ്രണയം, നമ്മുടെ പ്രണയം, നമുക്ക് നേടാനോ നിലനിർത്താനോ ആകുമോ എന്ന് നീയും ഞാനും കാലവും സംശയിച്ച നമ്മുടെ പ്രണയം, അത് നമ്മുടെ കൂടെയുണ്ടിപ്പോൾ, അതിൻ്റെ പരകോടിയിൽ. അതിന് കുറയില്ല. കാലം പോലും അനങ്ങുന്നില്ല. ഒരു കാറ്റ് പോലും ഇനി വീശേണ്ടതില്ല. ഒരു വാക്കുപോലും നമുക്കിനി മിണ്ടേണ്ടതില്ല.